ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 43 കൊണ്ടുള്ള നിശേഷഹരണ സാധ്യത. 43 കൊണ്ടുള്ള നിശേഷഹരണ സാധ്യത PSC പോലുള്ള മത്സര പരീക്ഷയ്ക്ക് ചോദ്യം വരാറില്ല. ഇതൊരു ബാങ്ക് ടെസ്റ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശരിക്കും 43 പഠിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ പഠിച്ചിരുന്നാൽ നമുക്ക് നല്ലതാണ്, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ബാങ്ക് ടെസ്റ്റ്, SSC, അതുപോലെ തന്നെ RRB തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയാണ്. ഒരു സംഖ്യ 43 കൊണ്ട് നിശേഷം വരയ്ക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാന ഡിജിറ്റിൻ്റെ 13 ഇരട്ടി അതിന് മുമ്പുള്ള സംഖ്യയോടൊപ്പം കൂട്ടണം. എന്തു പറഞ്ഞു? തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാന ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 13 ഇരട്ടി അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയോടൊപ്പം കൂട്ടണം. ആ പ്രോസസ്സ് തുടരണം. എപ്പോഴാണ് നമുക്ക് 43ൻ്റെ ഗുണിതമായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ 0 വരുന്നത്, ആ സംഖ്യ നമുക്ക്, ആ പ്രസ്തുത സംഖ്യ നമുക്ക് 43 കൊണ്ട് നിശേഷം വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, 3 ഉദാഹരണങ്ങളാണ് ബോർഡിലുള്ളത്. ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 110 209. ചെയ്യേണ്ടത് അവസാനത്തെ ഡിജിറ്റ് 9. 9ൻ്റെ 13 ഇരട്ടി എന്ന് പറഞ്ഞാൽ 13 × 9 9 27 2 1 9 9 2 11. ഓക്കെ, 117. ആ 117 ഇതിനോടൊപ്പം ചേർക്കണം. ഓക്കെ, അപ്പം 7 2 1 3 1 1 1. ഓക്കെ, ഇനി ചെയ്യണം അവസാനത്തെ അക്കത്തിൻ്റെ 13 ഇരട്ടി. അവസാനത്തെ അക്കം 7 ആണ്. 7ൻ്റെ 13 ഇരട്ടി. 13 × 7 മോഴി 21 = 2 7 2 9. അപ്പം 91 ഇതിനോടൊപ്പം ചേർക്കണം. ഓക്കെ, അപ്പം 3 1 കൂട്ടിക്കഴിഞ്ഞാൽ 4 9 1 10 = 1 1 1 2 1/2 എഴുതി. ക്ലിയർ ആയല്ലോ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 4ൻ്റെ 13 ഇരട്ടി. അപ്പം 4ൻ്റെ 13 ഇരട്ടി. 4 3 12 = 1. അതുപോലെ തന്നെ 1 × 4 4 1 5 52 52 ഇതിനോടൊപ്പം ചേർക്കണം. 2 ഇറക്കി എഴുതി. 5 2 7 1/2 എഴുതി. ഓക്കെ, വീണ്ടും താഴോട്ട് 2ൻ്റെ 13 ഇരട്ടി എന്ന് പറഞ്ഞാൽ 26 26 ഇതിനോടൊപ്പം ചേർക്കണം. ഓക്കെ, അപ്പോൾ 7 6 13 ശിഷ്ടം 1 1 2 3 3 1 4 43 എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയെ 43 കൊണ്ട് നിശേഷം വരയ്ക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്നറിയാൻ വേണ്ടി ചെയ്യേണ്ടത് അവസാനത്തെ ഡിജിറ്റിൻ്റെ 13 ഇരട്ടി അതിന് മുമ്പുള്ള സംഖ്യയോടൊപ്പം ചേർത്ത് പോകണം. അവസാനം നമുക്ക് 0 അല്ലെങ്കിൽ 43 അല്ലെങ്കിൽ 43ൻ്റെ ഗുണിതം ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ പ്രസ്തുത വലിയ സംഖ്യയെ നമുക്ക് 43 കൊണ്ട് നിശേഷം വരയ്ക്കാൻ സാധിക്കും എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് PSC പോലുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യത കുറവാണ്. എങ്കിലും ഓർത്തിരിക്കുക, നിങ്ങൾ വല്ല SSC എക്സാമിനോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റോ ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഇവിടെ രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് 516 ആണ്. 516 516നെ 43 കൊണ്ട് നിശേഷം വരയ്ക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ അവസാനത്തെ അക്കത്തിൻ്റെ 13 ഇരട്ടി അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയോടൊപ്പം കൂട്ടണം. ഓക്കെ, അപ്പോൾ 13 ഇരട്ടി 6ൻ്റെ 13 ഇരട്ടി എന്ന് പറഞ്ഞാൽ 13 × 6 3 12 = 1 6 1 7 78 ഇതിനോടൊപ്പം ചേർക്കണം. ഓക്കെ, അപ്പോൾ 8 1 കൂട്ടിക്കഴിഞ്ഞാൽ 9 7 5 12 129 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 129 43ൻ്റെ ഗുണിതമാണോ നോക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. 9ൻ്റെ 13 ഇരട്ടി. അപ്പോൾ 9ൻ്റെ 13 ഇരട്ടി എന്ന് പറഞ്ഞാൽ 9 27 2 9 2 11 117 എന്ന് കിട്ടും. 117. ഓക്കെ, വീണ്ടും കൂട്ടി നോക്കാം. 7 2 9 ആണ്. 1 1 2 ആണ്. 1 എഴുതി. 129 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിന് ഇനി നമുക്ക് താഴോട്ട് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലാണല്ലോ? അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 129 43ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കാനേ പറ്റുള്ളൂ. 43നോട് നമുക്കറിയാം അവസാനത്തെ അക്ക 3 ആണ്. 3നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ 9 കിട്ടുമെന്ന് നോക്കാം. 3 ഗുണിച്ചാൽ അപ്പോൾ നമുക്ക് ഗുണിച്ച് നോക്കാം. 3 3 9 4 × 3 12 129 എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എന്ന് പറഞ്ഞാൽ 43 512 എന്ന സംഖ്യയെ 43 കൊണ്ട് നിശേഷം വരയ്ക്കാൻ സാധിക്കുന്ന നമ്പറാണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാനുണ്ട്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 15136നെ 43 കൊണ്ട് നിശേഷം വരയ്ക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ചെയ്യേണ്ടത് ലാസ്റ്റ് ഡിജിറ്റിൻ്റെ
13 ഇരട്ടി അല്ലേ, 6ന്റെ 13 ഇരട്ടി, 13 × 6 3 18 1 6 1 7 78 ഇതിനോടൊപ്പം കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ 8 3 11 ശിഷ്ടം 1 1 7 8 8 1 9. ഓക്കെ, ഇനി നമുക്ക് 5 ഇറക്കി എഴുതി 1 ഇറക്കി എഴുതി. ഇനി എന്ത് ചെയ്യണം? 1ന്റെ 13 ഇരട്ടി ഇതിനോടൊപ്പം കൂട്ടണം. 1ന്റെ 13 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1 × 13 എന്ന് പറഞ്ഞാൽ 13 ഇതിനോടൊപ്പം ചേർക്കുന്നു. 9 3 കൂട്ടിയാൽ 12 ശിഷ്ടം 1 1 5 6 1 7 1 ഇറക്കി എഴുതി. ഇനി 172 അവസാനത്തെ ഡിജിറ്റ് 2 ആണ്. അതിൻ്റെ 13 ഇരട്ടി 17നോടൊപ്പം കൂട്ടണം. 2ന്റെ 13 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × 13 26 ഇതിനോടൊപ്പം ചേർക്കണം. ഓക്കെ, അപ്പോൾ 7 3 13 ശിഷ്ടം 1 1 2 3 3 1 4 43 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 43 എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ തന്നിരിക്കുന്ന ഒരു സംഖ്യയെ 43 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ഡിജിറ്റിൻ്റെ 13 ഇരട്ടി അതിൻ്റെ മുമ്പുള്ള സംഖ്യയോടൊപ്പം ചേർക്കണം. ആ പ്രോസസ്സ് തുടരണം. അവസാനം 0 43 അല്ലെങ്കിൽ 43ന്റെ ഗുണിതമോ വരികയാണെങ്കിൽ ആ പ്രസ്തുത വലിയ സംഖ്യയെ നമുക്ക് 43 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. ഓക്കെ.